السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വലോകത്തിനും അനുഗ്രഹമായി കാണും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ആ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക സത്യവിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. ഈമാൻ ഹൃദയത്തിലുണ്ട് എന്നതിൻ്റെ അടയാളം മുഹമ്മദ് റസൂൽ പ്രവാചക സ്നേഹമാണ്. സ്നേഹത്തിന് ധാരാളം അസ്ബാബുകളുണ്ട്. അടിസ്ഥാനപരമായി 4 കാരണങ്ങളുടെ പേരിലാണ് ഒരാളെ സ്നേഹിക്കുന്നത്. ഒന്ന്, ജമാലിയത്ത്, സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാളോട് സ്നേഹമുണ്ടാകാം. ഒരു വസ്തുവിനോട് നമുക്ക് സ്നേഹമുണ്ടാകാം. 2, കമാലിയത്ത്, പൂർണ്ണതയുടെ പേരിൽ ഒരാളോട് സ്നേഹമുണ്ടാകാം. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ കമാലിയത്ത്, പൂർണ്ണതയുടെ പ്രതീകവും മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർണ്ണതയ്ക്ക് വേണ്ടി 4 കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, കമാലുൽ ഖൽഖ്, സൃഷ്ടിപ്പിന്റെ പൂർണ്ണത ആരിലാണ്? മുഹമ്മദിലാണ് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇമാം ബുഖാരിയും മുസ്ലിമും തങ്ങളുടെ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹറൽ ലൗനി. അല്ലാഹുവിന്റെ പ്രവാചകൻ വെളുത്ത നിറമുള്ളയാളായിരുന്നു. വകാന അറബുഹു അൽ-ലൂലു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന വിയർപ്പിന്റെ കണങ്ങൾ മുത്തുപോലെയാണ്. മനോഹരമായ മുത്തുകണങ്ങൾ പോലെയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് പൊഴിയുന്ന വിയർപ്പിന്റെ കണങ്ങൾ. എന്നിട്ട് സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ മശാ തകഫഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു കഴിഞ്ഞാൽ ഒഴുകി വരുന്ന പോലെ
ഒരു സ്റ്റെയറിൽ നിന്ന് താഴേക്ക് നടന്നു വരുന്നത് പോലെയായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ നടത്തം. എന്നിട്ട് സഹാബി പറയുകയാണ്, വമാ മസിസ്തു ദീബാജതൻ വലാ ഹരീറൻ അലിയന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ധാരാളം ലോലമായ പട്ടുവസ്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് തുണിത്തരങ്ങളെ ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരങ്ങളെക്കാൾ ലോലമായ മറ്റൊന്നിനെയും ഞാൻ സ്പർശിച്ചിട്ടില്ല. അത്രയും സമ്പൂർണമായ ശരീരഘടനയുള്ളയാളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സഹാബി പറയുകയാണ്, വമാ ശമംതു മിസ്കൻ വലാ അംബറതൻ അത്യബ മിൻ അറാഇഹത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധദ്രവ്യത്തെക്കാൾ പരിമളമുള്ള കസ്തൂരിയെയോ അംബറിനെയോ ഞാൻ മണത്തിട്ടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സുഗന്ധദ്രവ്യങ്ങളെക്കാൾ ഉയർന്ന പരിമളം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ വാസനിച്ചെടുത്തിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിന്റെ പരിമളം, സുഗന്ധം എത്ര ഉയർന്നതാണ്. ബുഖാരിയും മുസ്ലിമും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ റിവായത്ത് കൊണ്ടുവരുന്നു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതീഹാ ഫയഖീലു ഇൻദഹാ. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഉച്ച സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ എൻ്റെ വീട്ടിൽ വന്ന് വിശ്രമിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി ഞാൻ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കൂടുതൽ വിയർക്കുന്നയാളായിരുന്നു. അറേബ്യൻ പ്രദേശം സർവ്വസാധാരണമായി ചൂടുള്ള ദേശമാണ്, രാജ്യമാണ്. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് അന്ന് ഫാനോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത സന്ദർഭത്തിൽ വിയർക്കും എന്നതിൽ ആർക്കും സംശയിക്കേണ്ടുന്ന കാര്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉച്ച സമയത്ത് എന്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ കണങ്ങൾ ധാരാളം പൊടിയുമായിരുന്നു. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഫതജ്മഉ അറഖഹു ഫതജ്അലുഹു ഫിത്തീൻ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന വിയർപ്പിന്റെ കണങ്ങൾ ശേഖരിക്കുകയും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ അടുക്കലുണ്ടായിരുന്ന സുഗന്ധങ്ങൾ സൂക്ഷിക്കുന്ന പോട്ടിലിൽ ആ വിയർപ്പിന്റെ കണങ്ങൾ എത്തിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് കാണാനിടയായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമ്മു സുലൈം, നിങ്ങൾ എന്താ ഈ പ്രവർത്തിക്കുന്നത്? ഈ സന്ദർഭത്തിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന വിയർപ്പിന്റെ കണങ്ങൾ ഞാൻ ശേഖരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അത് നമ്മുടെ സുഗന്ധങ്ങളിൽ ഇട്ടിക്കുകയാണ്. എല്ലാ സുഗന്ധങ്ങളെക്കാൾ വാസനയുള്ള പരിമളമുള്ള സുഗന്ധമാണ് അങ്ങയുടെ വിയർപ്പിന്റെ കണങ്ങൾക്ക് എന്ന് മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഈ സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും തങ്ങളുടെ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. പറയുകയാണ്, ആ മുസ്ലിം കൊണ്ടുവരുന്ന ഹദീസാണ്. كان رسول الله صلى الله عليه وسلم يصلي صلاة الأولى. ഞാൻ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ ളുഹർ നമസ്കാരം നിർവഹിച്ചു. فخرج إلى أهله, തങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. فخرجت معه, ഞാൻ നബി തങ്ങളുടെ കൂട്ടത്തിൽ കൂടി.
വസ്തഖ്ബലഹു ബിൽദാൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ വെളിയിൽ ഇറങ്ങി നടന്നപ്പോൾ ചെറിയ കുട്ടികൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്, ആശീർവാദങ്ങൾ അർപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ കുട്ടികളോട് വാത്സല്യമുള്ള പ്രവാചകനായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കുട്ടികളിൽപ്പെട്ട ഓരോരുത്തരുടെയും കവിൾ തടങ്ങളിൽ വാത്സല്യത്തോടെ കൈകൊണ്ട് തലോടുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് അവസാനം ജാബിർ ബിൻ സമുറ പറയുകയാണ്, എന്റെ കവിൾത്തടത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് തലോടി. ആ കരങ്ങളിൽ നിന്ന് ഞാൻ പ്രത്യേകമായ ഒരു കുളിർമയും പ്രത്യേകമായ ഒരു പരിമണവും അനുഭവിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ആ സ്ഥലം വാസനയുള്ളതായി, പരിമളമുള്ളതായി. ഇത്രയും ഉയർന്ന സത്യപ്പ് ആർക്കാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്? ലോകത്താർക്കും നൽകിയിട്ടില്ല. ഉത്ബത്ത് ബിൻ ഫർഖദ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഫാത്തിഹെ മൂസിൽ എന്ന് അറിയപ്പെടുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് മൂസിൽ എന്ന് പറയുന്ന പ്രദേശത്തിനെ ഈ സഹാബിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സംഘമാണ് ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തത്. ഈ മൂസിലെ ഗവർണറായി ഉമർ റളിയല്ലാഹു അൻഹു ഉത്ബത്ത് ബിൻ ഫർഖദ് എന്ന് പറയുന്ന സഹാബിയെ നിശ്ചയിക്കുകയും ചെയ്തു. ആ സഹാബിക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയാണ് ഉമ്മു ആസിം റളിയല്ലാഹു അൻഹ. അവര് പറയുകയാണ്, ഞങ്ങളുടെ 4 ഭാര്യമാരുണ്ടായിരുന്നു ഉത്ബത്ത് ബിൻ ഫർഖദ്. ഞങ്ങളുടെ 4 പേരും ഉത്ബത്ത് ബിൻ ഫർഖദ് ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ കൂടുതൽ ഹൃദയത്തിന് ആനന്ദവും കുളിർമയും ഉണ്ടാകുന്നതിന് വേണ്ടി ഉയർന്ന സുഗന്ധദ്രവ്യങ്ങൾ പൂശുമായിരുന്നു. എന്നാൽ ഉത്ബത്ത് ബിൻ ഫർഖദിന്റെ ശരീരത്തിൽ നിന്ന് വാസനിക്കുന്ന പരിമളത്തെക്കാൾ ഉയർന്ന സുഗന്ധം ഞങ്ങൾ പൂശിയിട്ടില്ല. ഞങ്ങൾ എത്ര വാസനയുള്ള പരിമണമുള്ള സുഗന്ധം പൂശിയാലും അതിനേക്കാൾ വാസനയും പരിമണവും ഉത്ബത്ത് ബിൻ ഫർഖദിന്റെ താടിയിൽ നിന്നും മുടിയിൽ നിന്നും മുതുകത്തു നിന്നും വയറിൽ നിന്നും ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ഒരിക്കൽ ഞങ്ങൾ തന്നെ ചോദിച്ചു, ഞങ്ങൾ എത്ര ഉയർന്ന പെർഫ്യൂംസ് ശരീരത്ത് പുരട്ടിയാലും നിങ്ങളുടെ ശരീരത്തിൽ അതിനേക്കാൾ സുഗന്ധമാണ്, അതിനുള്ള കാരണം എന്താണ്? ഉത്ബത്ത് ബിൻ ഫർഖദ് എന്ന് പറയുന്ന സഹാബി പറയുകയുണ്ടായി, ഒരിക്കൽ എന്റെ ശരീരത്തിൽ ശക്തമായ വേദനയുണ്ടായി, ശരീരത്തിൽ മുറിവുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഞാൻ പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ഉമിനീര് കൊണ്ടൊരു കയ്യിൽ പുരട്ടി. തങ്ങളുടെ ഉമിനീര് ആ കയ്യിൽ നിന്ന് മറ്റേ കൈയിലേക്ക് തേക്കുകയുണ്ടായി. എന്നിട്ട് ഒരു കൈ എന്റെ വയറിന്റെ ഭാഗത്ത് തടകി, മറ്റൊരു കൈ എന്റെ മുതുകിന്റെ ഭാഗത്ത് തടകി. എന്റെ വേദന മാറി, എന്റെ മുറിവ് പൂർണ്ണമായി ഉണങ്ങി എന്ന് മാത്രമല്ല, അന്നു മുതൽ എന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ കരസ്പർശനത്തിന്റെ ബറക്കത്തിന്റെ പരിമളം ജനങ്ങളൊക്കെ അനുഭവിക്കുകയുണ്ടായി. ഞാനൊരു അത്രം പൂശാറില്ല, ഒരു സ്പ്രേ അടിക്കാറില്ല, സുഗന്ധം ഒന്നും പുരട്ടാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരസ്പർശനത്തിന്റെ ബറക്കത്ത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശരീരത്തിൽ കൃത്യമായി നിലനിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന് കണ്ടുവേദന വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഉമിനീരെടുത്ത് കണ്ണിൽ പുരട്ടിയപ്പോൾ കണ്ണുവേദന മാറി. ഇങ്ങനെ സമ്പൂർണമായ സിദ്ധിപ്പ് അല്ലാഹു നൽകിയിരിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുപോലെ സമ്പൂർണമായ സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. കമാലുൽ ഫളാഇൽ സമ്പൂർണമായ മഹത്വവും മുഹമ്മദിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാലുൽ ഖൗൽ സമ്പൂർണമായ വാക്ക് ലോകത്ത് ഉടവിട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അതുകൊണ്ട് അല്ലാമ സഅദ് പാടിയത്,
بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله بلغ العلا بكماله അല്ലാഹുവിന്റെ പ്രവാചകൻ അത്യുന്നതമായ സോപാനങ്ങളിലേക്ക് എത്തിപ്പെട്ടത് തങ്ങളുടെ പൂർണ്ണതയുടെ പേരിലാണ്. അല്ലാഹു എല്ലാ തരത്തിലുള്ള പൂർണ്ണതയും തങ്ങളിൽ സന്നിവേശിപ്പിച്ചു. ശക്തമായ കൂരിരുളുകൾ മാറി തങ്ങളുടെ മുഖത്ത് നിന്ന് വരുന്ന സൗന്ദര്യം കൊണ്ട് പ്രകാശപൂർണമായി. ആയിഷ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നിന്ന് പരിലസിക്കുന്ന സൗന്ദര്യം കൊണ്ട് കൂരിരുട്ടിൽ എന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണുപോയ സൂചിയെ ഞാൻ കണ്ടെത്തുമായിരുന്നു. അത്രയും ഉയർന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങളുടെ എല്ലാ കാര്യങ്ങളും സൗന്ദര്യപൂർണമാണ്. തങ്ങളുടെ മുഖം അലങ്കാരമാണ്. തങ്ങളുടെ ജീവിതം സൗന്ദര്യമാണ്. തങ്ങളുടെ വീട്ടിലെ ജീവിതം സൗന്ദര്യം, കുടുംബ ജീവിതം സൗന്ദര്യം, സാമൂഹ്യ ബന്ധങ്ങൾ സൗന്ദര്യം, സാമ്പത്തിക രംഗങ്ങൾ സൗന്ദര്യം, തങ്ങളുടെ ഇബാദത്ത് സൗന്ദര്യം, തങ്ങളുടെ എല്ലാ കാര്യങ്ങളും സൗന്ദര്യമുള്ളതാണ്. സല്ലു അലൈഹി വആലിഹി. അതുകൊണ്ട് ഇത്രയും സമ്പൂർണനായ മുഹമ്മദിന്റെ മേൽ നിങ്ങൾ സലാത്തുകൾ കൂടുതലായി ചെല്ലണം എന്ന് അല്ലാമ സഅദി പാടുകയാണ്. കമാലിയത്ത് പൂർണ്ണതയുടെ പ്രതീകം മുഹമ്മദാണ്. പൂർണ്ണതയുടെ പേരിൽ ആരെങ്കിലും സ്നേഹിക്കുന്നു എങ്കിൽ മുഹമ്മദിനെയാണ് സ്നേഹിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ പൂർണ്ണത അല്ലാഹു നൽകിയിരിക്കുകയാണ് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പ്രവാചകന്മാർക്ക് നൽകിയില്ലാത്ത പൂർണ്ണത. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്മാരെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. ധാരാളം പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രതിപാദിച്ചു എങ്കിലും അല്ലാഹു സത്യം ചെയ്യാൻ വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപയോഗിച്ചു. ലഅംറുക ഇന്നഹും ലഫീ സകർതിഹിം യഅമഹൂൻ. തങ്ങളുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, മുഴുവൻ പ്രവാചകന്മാരെക്കാൾ മുഹമ്മദിനുള്ള ശ്രേഷ്ഠതയ്ക്ക് ഈ ഒരു ആയത്ത് മാത്രം മതിയാകും. അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാടിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഈ മക്കാ മണലാരണ്യത്തെ തന്നെയാണ് സത്യം. അല്ലാഹു മുഹമ്മദിന്റെ റിസാലത്തിനെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഖുർആനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. തത്വസമ്പൂർണമായ ഖുർആനെ തന്നെയാണ് സത്യം. തീർച്ചയായും അങ്ങ് ദൈവദൂതനിൽപ്പെട്ടവരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടി സത്യം ചെയ്യുകയാണ്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ. നക്ഷത്രങ്ങളെ തന്നെയാണ് സത്യം. ആ നക്ഷത്രങ്ങൾ അസ്തമിക്കുമ്പോൾ മാ ളല്ല സാഹിബുകും വമാ ഗവാ. താങ്കളുടെ കൂട്ടുകാരനായ മുഹമ്മദ് വഴികെട്ടു പോയിട്ടില്ല. അദ്ദേഹം ദുർമാർഗിയുമല്ല. 40 ദിവസം വഹി നിലച്ചു പോയപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കാ മുശ്രിക്കീങ്ങൾ ആക്ഷേപിക്കുകയുണ്ടായി. മുഹമ്മദിന്റെ രക്ഷിതാവ് മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അല്ലാഹു ഇടപെടുകയാണ്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വദ്ദുഹാ പൂർവാഹനത്തിനെ തന്നെയാണ് സത്യം. വല്ലൈലി രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ സജാ ആ രാത്രി ശാന്തമാകുമ്പോൾ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. താങ്കളുടെ രക്ഷിതാവ് താങ്കളെ കൈവിട്ടിട്ടില്ല, താങ്കളെ വെറുത്തിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നമുക്ക് അല്ലാഹു മതിയായവനാണ്. അവൻ കാര്യങ്ങളിൽ ബലമേൽപ്പിക്കാൻ അത്യുദാത്തനാണ്.
എന്നാൽ മുഹമ്മദിനോട് അല്ലാഹു അങ്ങോട്ട് പറയുകയാണ്, യാ അയ്യുഹൻ നബി ഹസ്ബുകല്ലാഹ്, ഏ മുഹമ്മദേ നിങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് അല്ലാഹു മതിയായവനാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു മുഹമ്മദിനോട് അങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അല്ലാഹുവേ ജന്നത്തിൻ നഈമിന്റെ അനന്തരാവകാശം എനിക്ക് നൽകണമേ. അല്ലാഹു മുഹമ്മദിനോട് അങ്ങോട്ട് പറയുകയാണ്, ഇന്നാ അഅതൈനാകൽ കൗസർ, തീർച്ചയായും നാം നിങ്ങൾക്ക് കൗസറിനെ പ്രദാനം ചെയ്യുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടുക്കലേക്ക് ധൃതി കൂടി എത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോ, അജിൽതു ഇലൈക റബ്ബി ലിതർള, അല്ലാഹുവേ നിന്റെ അടുക്കലേക്ക് ഞാൻ ധൃതി കൂട്ടി എത്തിയത് നീ എന്നിൽ സംതൃപ്തനാകാനാണ്. എന്നാൽ മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അങ്ങോട്ട് പറയുകയാണ്, വലസൗഫ യുഅതീക റബ്ബുക ഫതർള, ഏ മുഹമ്മദേ താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് ധാരാളം സമ്മാനങ്ങൾ പ്രദാനം ചെയ്യും. ഫതർള, ആ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ അങ്ങ് സായുജ്യമടയും, അങ്ങ് തൃപ്തനായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് അധികാരത്തിന്റെ ചെങ്കോല് നൽകിയിട്ട് പറഞ്ഞു, വലാ തത്തബിൽ ഹവാ, ഒരിക്കലും നിങ്ങൾ ഇച്ഛയനുസരിച്ച് സ്വാർത്ഥതയനുസരിച്ച് നിങ്ങളുടെ അധികാരത്തെ ദുരുപയോഗം ചെയ്യരുത്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവാ, തങ്ങൾ ഒരിക്കലും തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വയേച്ഛപ്രകാരം സ്വാർത്ഥതയ്ക്കനുസരിച്ച് സംസാരിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി, യാ റബ്ബി ഖദ് അഅതൈത ഇബ്രാഹിമ ഖലീല, അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിന്റെ സ്നേഹിതനാക്കി, നീ മൂസാ നബി അലൈഹിസ്സലാമിനെ നിന്റെ ഖലീമാക്കി സംസാരിക്കുന്നതിന് വേണ്ടി നീ തിരഞ്ഞെടുത്തു. വഅല്ലംതനി ദാവൂദൽ ഹദീദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിനെ നീ ഇരുമ്പിന്റെ പണി പഠിപ്പിച്ചു കൊടുത്തു. വസഖർത ലി സുലൈമാന റയ്യാഹ, അല്ലാഹുവേ നീ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു. വഅഹ്യൈത ലി ഈസാ അൽ മൗത, ഈസാ പ്രവാചകനെ മരിച്ചുപോയവരെ ജീവിപ്പിക്കാനുള്ള അമാനുഷികത നീ നൽകുകയുണ്ടായി. നീ എനിക്കെന്താ നൽകിയത്? അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, അലം ഉഅതീക അഫ്ളല മിൻ ദാലിക്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് നാം നിങ്ങൾക്ക് നൽകിയില്ലയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നസ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك ألم نشرح لك صدرك, നിങ്ങളുടെ ഹൃദയത്തെ നാം വിശാലപ്പെടുത്തി തന്നില്ലയോ? ووضعنا عنك وزرك الذي أنقض ظهرك, നിങ്ങളുടെ മുതുകല്ലിനെ ഞെരുക്കി കളഞ്ഞ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ? ورفعنا لك ذكرك, നിങ്ങളുടെ കീർത്തനത്തെ നാം ഉയർത്തി വെച്ചില്ലയോ? ലോകത്തുള്ള ലക്ഷോപലക്ഷം പള്ളികളിൽ നിന്ന് 5 നേരത്തെ ബാങ്കിന്റെ മന്ത്രധ്വനിയുടെ ഇടയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കീർത്തിയുള്ള പേര് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും കമാലിയത്തിന്റെ പേരിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നു എങ്കിൽ അതിനുള്ള യോഗ്യത മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹ ഹൃദയത്തിലുണ്ടാകാനുള്ള 4ാമത്തെ സബബ് ഇഹ്സാനാത്താണ്, ഉപകാരം. ഒരാൾ ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അയാളോട് സർവ്വസാധാരണമായി നമുക്ക് സ്നേഹം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉപകാരം നമുക്ക് നൽകിയതാരാ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ഹേ മുഹമ്മദേ നിങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നത് സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമാണ്. നബിതങ്ങളുടെ സ്ത്രീകൾക്ക് അനുഗ്രഹമാണ്. 6-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളെ മനുഷ്യരായി ഗണിക്കപ്പെട്ടിരുന്നില്ല. റോമ മനുഷ്യരുടെ ഗണത്തിൽപ്പെട്ടതാണ് സ്ത്രീകൾ എന്നൊരു പ്രഖ്യാപനം നടത്തി. അത് ലോകത്തെ ഏറ്റവും വലിയ അധിനിവേശ ശക്തിയായ റോമിന്റെ ഈ പ്രഖ്യാപനം വലിയ ഒരു വിപ്ലവം തന്നെ ലോകത്ത് സൃഷ്ടിക്കുകയുണ്ടായി. സ്ത്രീകളെ മനുഷ്യരായി റോമ പരിഗണിച്ചിരിക്കുക. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം, മദീനയുടെ കിരീടം, ലോകത്തിന് അനുഗ്രഹമായി നിയോഗിച്ചയക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹ് സ്ത്രീ വിമോചകനായി കടന്നു വരുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ വകവെക്കുന്നതിനു വേണ്ടി അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ എത്രയോ സൂക്തങ്ങളാണ് പ്രവാചകനെ അവതരിപ്പിച്ചു കൊടുത്തത്. إذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القول من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. അല്ലാഹുവിന്റെ പ്രവാചകൻ അറേബ്യൻ രാജ്യത്ത് കടന്നു വരുമ്പോൾ പെൺകുട്ടി ജനിച്ച് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപമാണ്. ആ ആക്ഷേപത്തിന്റെ പേരിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പിതാവ് ഇറങ്ങി വരില്ല, വീട്ടിൽ തന്നെ ഒളിച്ചു കഴിഞ്ഞുകൂടും. ആ നിന്ദ്യതയും പേറിക്കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടും. ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹു പറയുകയാണ്, പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുവിശേഷമാണ്, ഒരു സന്തോഷ വാർത്തയാണ്. പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്, ഒരു സുവിശേഷം. ഈ അറേബ്യൻ ജനസമൂഹത്തിന്റെ മുഖം കറുത്ത് കരുവാളിച്ചു പോവുകയാണ്. അവരുടെ മുഖത്ത് ദേശത്തിന്റെ അടയാളങ്ങൾ പ്രകടമാകും. ജനങ്ങളിൽ നിന്നവർ മറഞ്ഞു പോകും, ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടാതെ ഒളിച്ചു കഴിയും. അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതിന്റെ ആക്ഷേപത്തിന്റെ പേരിൽ 2 സ്ഥലത്താണ് ഒരായത്തിൽ അല്ലാഹു പെൺകുട്ടിയെ കുറിച്ച് ബുശ്ര, സന്തോഷ വാർത്ത, സുവിശേഷം എന്ന് അറിയിച്ചത്. ആ പെൺകുഞ്ഞ് ജനിച്ചാൽ അവൻ ചിന്തിക്കും, ഈ പെൺകുഞ്ഞിനെ നിന്ദതയോടെ ജനങ്ങളുടെ ഇടയിൽ നിസാരനായി ഞാൻ പിടിച്ചു വെക്കണമോ, അതോ പോയി മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്ന് ചിന്തിച്ചിരുന്ന കാലം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഉദ്ബോധനം, അവരുടെ ഈ തീരുമാനം എത്രയോ മോശമായതാണ്. സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന കാലത്ത് മുഹമ്മദ് വന്നിട്ട് സ്ത്രീയുടെ വിമോചകനായി. സർവലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അങ്ങേ ഞാൻ നിയോഗിച്ചയച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വൃദ്ധമാർക്കും വൃദ്ധകൾക്കും റഹ്മത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ആരെങ്കിലും നരബാധിച്ച ഒരാളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എങ്കിൽ അയാൾ അല്ലാഹുവിനെ ആദരിച്ചയാളെ പോലെയാണ്. തൊഴിലാളി സമൂഹത്തിന് റഹ്മത്തായി വന്ന പ്രവാചകൻ അൽ കാസിബു ഹബീബുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വന്തമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഹലാലായ സമ്പാദ്യ മാർഗത്തിലൂടെ ജീവിക്കുന്ന ഒരു തൊഴിലാളി അല്ലാഹുവിന്റെ സ്നേഹിതനാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രജങ്ങൾക്ക് വരെയും അല്ലാഹുവിന്റെ പ്രവാചകൻ റഹ്മത്താണ്. അൻസാരി സഹാബിയുടെ തോട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഉലാത്തുമ്പോ തങ്ങളുടെ മുന്നിൽ ഒരു ഒട്ടകം വന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അതിന്റെ നയനങ്ങളിൽ നിന്ന് കണ്ണുനീർ തുള്ളി ധാരധാരയായി ഒഴുകുകയാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഈ ഒട്ടകം ആരുടേതാണ്? ഒരു അൻസാരിയായ സഹാബി മുന്നിലോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇത് എന്റെ ഒട്ടകമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയെ ശാസിക്കുകയാണ്. ഈ ഒട്ടകം എന്നോട് അവലാതിപ്പെടുകയാണ്. ഈ ഒട്ടകത്തിന് താങ്ങാൻ കഴിയാത്ത ഭാരം ഇതിന്റെ പുറത്ത് നിങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. ഇതിന് മതിയാകുന്ന അന്നം നിങ്ങൾ നൽകുന്നില്ല, മേലെ ഇത് ആവർത്തിക്കരുത്. സഹാബി എന്ത് ചെയ്തു? അനുവദിച്ചു. ഒരു യഹൂദിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലൂടെ ഒരു മാൻപേടയുമായി കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പ്രവാചകനെ കണ്ടപ്പോൾ മാൻപേട സലാം പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ആ കാണുന്ന വനപ്രദേശത്ത് എന്റെ കുട്ടികളോട്, ഞാൻ പ്രസവിച്ച കുട്ടികൾ, അവർക്ക് പാല് കൊടുക്കേണ്ടുന്ന സമയമാണെന്നും ഇദ്ദേഹത്തിനോട് ശുപാർശ ചെയ്തിട്ട് ആ കുട്ടികൾക്ക് പാല് കൊടുപ്പിക്കാൻ എനിക്ക് അനുവാദം നൽകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ യഹൂദിയോട് പറഞ്ഞു, നിങ്ങൾ ഈ മാൻപേടയെ ഒന്ന് അനുവദിക്കുക, ഞാനിവിടെ നിന്നുകൊണ്ട്, അഥവാ വന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. യഹൂദി ആ മാൻപേടയെ അയച്ചു. ഏതാനും സമയം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നില്ല. യഹൂദി പറഞ്ഞു, നിങ്ങളെ ഞാൻ അടിമയാക്കുകയാണ്, തീർച്ചയായും നിങ്ങളുടെ അടിമയാകാൻ ഞാൻ തയ്യാറാണ്. ഏതാനും സമയം കഴിഞ്ഞപ്പോ ആ മാൻപേട തുള്ളിച്ചാടിക്കൊണ്ടുവരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആ യഹൂദിയോട് പ്രവാചകൻ ചോദിക്കുകയുണ്ടായി, മാൻപേട മടങ്ങി വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഈ മാൻപേടയുടെ ആവശ്യം എന്തിരിക്കുന്നു? ചെറിയ ആവശ്യം പൂർത്തിയാണ്. ഇതിനെ നിങ്ങൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ മാൻപേടയാണെങ്കിൽ അതിന്റെ കുട്ടികൾക്ക് പാല് കൊടുപ്പിച്ച് അതിനെ വളർത്തിക്കൊണ്ടു. നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാം? നിങ്ങൾ വേട്ടയാടിയ മാൻപേട. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഈ വാക്ക് കേട്ടപ്പോൾ മാൻപേട പറഞ്ഞു, യഹൂദി പറഞ്ഞു, ഞാൻ മാൻപേടയെ വെറുതെ വിട്ടു. ആ മാൻപേട ആഹ്ലാദത്തോടുകൂടി തുള്ളിച്ചാടിക്കൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വന്ന വനപ്രദേശത്തിലേക്ക് മടങ്ങിപ്പോയി. ആ യഹൂദി അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അങ്ങ് സർവ്വലോകത്തിനും കാരുണ്യമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യേതര ജന്തുക്കൾക്കും അങ്ങ് കാരുണ്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ ഇരിക്കുമ്പോൾ പ്രവാചകൻ ജിബ്രീലിനോട് ചോദിച്ചു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ട് കാരുണ്യമായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എന്റെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ടോ? ജിബ്രീൽ പറഞ്ഞു, അതേ, എനിക്കും നിങ്ങളുടെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജനിക്കുന്നതുവരെ, നിങ്ങൾ പ്രവാചകനാകുന്നതുവരെ എന്റെ ഹൃദയത്തിൽ അങ്ങേയറ്റം പേടിയും ആശങ്കയുമായിരുന്നു. അല്ലാഹുവിന്റെ ദർബാറിൽ നിന്ന് ഞാൻ തള്ളപ്പെട്ടു പോകുമോ? എന്നാൽ അങ്ങയുടെ വിയോഗത്തോടെ എനിക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു ചില സൂക്തങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. ആ സൂക്തങ്ങളിലൂടെ എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആശങ്ക മാറി. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്നിലേക്ക് ഏത് സൂക്ത അവതീർണമായപ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആശങ്ക മാറിയത്? ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ തമ്മ അമീൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. തീർച്ചയായും വിശുദ്ധ ഖുർആൻ മാന്യനായ ഒരു ദൂതൻ ജിബ്രീൽ നിങ്ങൾക്ക് ഓതി തരുന്ന വേദഗ്രന്ഥമാണ്. മാന്യനായ ദൂതൻ എന്ന് അല്ലാഹു എന്നെ കുറിച്ച് പറഞ്ഞു. എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആശങ്ക മാറി. രണ്ടാമതായി ശക്തനായ ജിബ്രീൽ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഈമാനിയായ ചാഞ്ചല്യം ഉണ്ടാകില്ല എന്നെനിക്ക് ഉറപ്പായി. അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനീയനായ ജിബ്രീൽ, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട് എന്ന് അല്ലാഹു അറിയിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആശങ്ക മാറി.
നാലാമതായി അനുസരിക്കപ്പെടുന്ന ജിബ്രീൽ ഞാൻ നിങ്ങൾക്ക് ഓതി തരുന്ന വിശുദ്ധ ഖുർആനിനെ ലവലേശം പുള്ളികൾക്ക് വ്യത്യാസം വരാതെ പുള്ളികൾക്ക് വ്യത്യാസം വരാതെ അങ്ങനെ തന്നെ പാരായണം ചെയ്യുകയും അങ്ങനെ തന്നെ കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് മുത്തായി അനുസരിക്കപ്പെടുന്ന ജിബ്രീൽ. അഞ്ചാമതായി അല്ലാഹു പറഞ്ഞു വിശ്വസ്തനായ ജിബ്രീൽ. എന്നെ കുറിച്ച് പടച്ചവൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞു എങ്കിൽ എനിക്ക് ഇനി ആശങ്കയില്ല, അല്ലാഹുവിന്റെ ദർബാറിൽ നിന്ന് ഞാൻ തള്ളപ്പെട്ടു പോകില്ല. അതുകൊണ്ട് അങ്ങയുടെ നിയോഗം എനിക്കും റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് നിയോഗിച്ചേക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇഹ്സാന ഉപകാരത്തിന്റെ പേരിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ലോകത്ത് ഇന്നോളം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉപകാരം പോലെ മറ്റാരിൽ നിന്നും സ്നേഹത്തിന്റെ നാലാമത്തെ അസ്ബാബ് ഖറാബത്താണ്. സാമീപ്യത്തിന്റെ പേരിൽ, അടുപ്പത്തിന്റെ പേരിൽ ഒരാളോട് സ്നേഹമുണ്ടാകും. എന്നാൽ നമ്മളുമായി ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ളത് ആരാണ്? അല്ലാഹു പറയുകയാണ് മുഹമ്മദ് അവരുടെ ശരീരവുമായി അവരുമായി അടുത്തിരിക്കുകയാണ്. നമ്മുടെ ശരീരവുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം. അതിനേക്കാൾ കൂടുതൽ അടുത്തിരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ 4 കാരണങ്ങളുടെ പേരിൽ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകും. ഒന്ന് ജമാലിയത്ത്, സൗന്ദര്യം. ലോകത്തെ ഏറ്റവും ഉയർന്ന ജമാലിയത്തിന്റെ മദ്ഹബുലത്തുണ്ട്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകം ആര് എന്ന ചോദ്യത്തിൽ ഒരേ ഒരു ഉത്തരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാലിയത്ത്, സമ്പൂർണ്ണതയുടെ പൂർണ്ണതയുടെ പ്രതീകം മുഹമ്മദ് റസൂൽ. ഉപകാരത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകം മുഹമ്മദ് റസൂൽ. ബന്ധത്തിന്റെയും സാമീപ്യത്തിന്റെയും പൂർണ്ണതയുടെ പ്രതീകം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിലും പൂർണ്ണതയുടെ പേരിലാണെങ്കിലും ഉപകാരത്തിന്റെ പേരിലാണെങ്കിലും അടുപ്പത്തിന്റെയും സാമീപ്യത്തിന്റെയും പേരിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സ്നേഹബന്ധം സ്ഥാപിക്കേണ്ടുന്നത് മുഹമ്മദിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രവാചക സ്നേഹം ഹൃദയത്തിൽ സ്ഥാപിക്കാൻ തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.